ഏട്ടാ, 2 വാക്ക് എന്തെങ്കിലും ഇത്ര നേരം യാത്ര ചെയ്തതിനെ കുറിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു വീഴ്ച? അപ്പോൾ ഞങ്ങൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ്. ആൻഡ് ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി, കാരണം നേരത്തെ എണീറ്റുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഒരു ദോശയൊക്കെ കഴിച്ചു. ആൻഡ് ഞങ്ങളൊരു 10 minutes അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. സോ ഇത് നാസിക്കിലേക്കുള്ള ഹൈവേ ആണ്. ആൻഡ് 2 സൈഡും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇനി കുറേ നേരം ഈ ഒരു സെയിം ഹൈവേ കൂടെ തന്നെയാണ് നമ്മൾ പോകേണ്ടതെന്ന്. പക്ഷേങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല നല്ല സീനറീസ് കാണാൻ പറ്റി. ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയായിരുന്നു അത്. ആൻഡ് ഇത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്തൊരു ഏരിയ പോലെ ഫീൽ ചെയ്തത്. എങ്കിൽ പോലും അതാണ് അതിൻ്റെ ബ്യൂട്ടി. ടിഷ്യൂ കാണിക്കട്ടാ. ആദ്യമായിട്ടും കഴിക്കാൻ നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ? സത്യം പറയണമെന്ന് സത്യം പറഞ്ഞാല് ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല. എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്താണ് എന്താ വെള്ളം കുടിക്കാൻ? നീ കഴിച്ചോ. അല്ലേ വേറെ ഫ്ലേവർ അല്ലേ? തൈര് കൂട്ടി പറഞ്ഞ നല്ല എരിവുണ്ടാവും. കഴിക്കല്ലേ നമുക്ക്. വിശപ്പൊക്കെ ഒന്ന് റെഡിയായി. നല്ല മിസൽ പാവായിരുന്നു. രാവിലെ നല്ല മസാല ദോശയും നല്ല കോഫിയും, ഇപ്പം നല്ല ചായയും, പിന്നെ മിസൽ പാവും. എന്താ അല്ലേ ഒരു നാട്, ഒരു ഡ്രൈ ലാൻഡ് അല്ലേ മൊത്തത്തില്. റിസോർട്ട് പോണ്ടേ? ലേക്ക് വ്യൂ. എന്താ ഒരു കള്ളച്ചിരി. ചുമ്മാ റിസോർട്ടൊന്നല്ല, ടെന്റാണ്. ഞങ്ങൾ നാസിക്കിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹരിഹർ ഫോർട്ടാണ്. അവിടെ ട്രക്ക് ചെയ്യണമെന്നായിരുന്നു. ആൻഡ് നമ്മൾ റൂം എടുക്കുമ്പോഴും അതിന് തൊട്ടടുത്തൊരു 3 to 4 kilometers ഉള്ളിലുള്ള റൂം ബുക്ക് ചെയ്യണമെന്നായിരുന്നു. കാരണം നാളെ ഒരു ഏർലി മോർണിംഗ് പോയാൽ ഞങ്ങൾക്ക് ചെക്കൗട്ട് ടൈം ആകുമ്പോഴേക്ക് തിരിച്ച് ട്രക്കിങ് കഴിഞ്ഞ് വരാം. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാമെന്നായിരുന്നു പ്ലാന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് എന്തായാലും മിനിമം ഒരു 4 to 5 hours നമ്മൾ കൂട്ടേണ്ടി വരും ട്രക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും. പിന്നെ സംഭവിച്ചതൊക്കെ ഞങ്ങളുടെ ബിയോണ്ട് അവർ പ്ലാൻസ് എന്ന് പറയാം. അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഓക്കെ.
വന്നിട്ട് ഇതാണ് അവസ്ഥ. ഇയാളുടെ മുട്ട് നോക്കും, എല്ലാ കളറുള്ള ബാൻഡേജ് ജീവിപ്പിക്കല്ല കേട്ടോ. അടയ്ക്ക് ചിരിക്കാനും വയ്യ, വയറ് വേനയാന്ന്. ഞങ്ങൾ ഹോസ്പിറ്റലുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ തൊട്ടടുത്തൊന്നും ഹോസ്പിറ്റലില്ല, 20 കിലോമീറ്റേഴ്സൊക്കെ പോകേണ്ടി വരും. അങ്ങനെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്ന ഒരാളാണിത്. ഡോക്ടറൊന്നും അല്ല, പക്ഷേ എങ്കിലും എനിക്ക് തോന്നി ഈ നാട്ടിലെ എല്ലാവർക്കുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിനും അവരുടെ ആ ബാഗിലുണ്ട്. പക്ഷേ നല്ല എഫക്റ്റീവായിരുന്നു. എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു, ഐ വാസ് ഫൈൻ. പിന്നീട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഈവനിങ് ഒന്ന് ജസ്റ്റ് ഓക്കെ ആയി. ഞാൻ ഈവനിങ് ആയപ്പോഴേക്കും എന്നെ ഓൾ സെറ്റായി. പിന്നീട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി, എനിക്ക് നടക്കാനൊക്കെ പറ്റി. ആൻഡ് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം എൻജോയ് ചെയ്തു. എന്തായാലും ഇന്നിനി എങ്ങോട്ടും പോകുന്നില്ല, ജസ്റ്റ് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ആൻഡ് ഞങ്ങൾ അവിടുത്തെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. ആകെ ഉണ്ടായിരുന്നൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹരിഹർ ഫോർട്ടിൽ കയറാൻ പറ്റുമോ എന്നുള്ളതാണ്. ബിക്കോസ് കാല് നല്ലോണം വീങ്ങിയിട്ടുണ്ടായിരുന്നു. സോ കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആൻഡ് നല്ല റിസ്ക് ആയിരിക്കും. ഇങ്ങനെ നമ്മളൊട്ടും ഹെൽത്ത് വൈസ് ഓക്കെ അല്ലാതെ കയറുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമായിരിക്കും. അപ്പം അതിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ വരെ നോക്കാമെന്ന് കരുതി. ആൻഡ് അതൊക്കെയായിരുന്നു അന്ന്. എന്താ പറു, വിശക്കുണ്ടോ? നല്ലോണം വിശക്കുന്നുണ്ട്. എന്താ പറഞ്ഞ? ഡിന്നർ ചപ്പാത്തിയും പനീർ ടിക്ക. നല്ല വിശപ്പുണ്ട് തോന്നുന്നു. നല്ലോണം വിശക്കുണ്ട്. ഞാൻ കുറേ നേരമായി വിശക്കുന്ന പറയുന്നു. എന്താ നിങ്ങളിങ്ങനെ? ആക്ച്വലി ഇന്ന് ഉണ്ടായത് ചെറിയതൊന്നും. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വീണു, ബൈക്കിൽ നിന്ന് 2 പേരും വീണു. ചെറിയ ഒടിവും ചതവൊക്കെ ആയി. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കൊരു വീഴ്ച വേണം. മൂന്നാമത്തെ വീഴ്ച വീഴാണ്ടിരിക്കട്ടെ. പക്ഷെ കാല് ജസ്റ്റ് പടം മറിഞ്ഞ്. പക്ഷെ കുഴപ്പമില്ല, ഡോക്ടറൊക്കെ വന്ന്. ഇവിടുത്തെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു നല്ല മെഡിക്കൽ റിപ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇല്ല, അതേപോലെ നല്ലൊരു ഫാർമസി ഇല്ല. സോ അതുകൊണ്ട് കുറച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടി. പക്ഷെ ഇവർ അറേഞ്ച് ചെയ്ത് തന്ന ഒരാളെ ആൻഡ് മരുന്നൊക്കെ തന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. എൻ്റെ എന്നില്ല. ഇനിയിപ്പം നാളെ ഞങ്ങൾക്ക് ഹരിഹർ ഫോർട്ട് പോകണമെന്നുണ്ട്. പറ്റുമെന്നറിയില്ല. ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ പോകും. യെസ്, നോക്കാം, നാളെ രാവിലെ നോക്കാം. ഡാമേജ് ഒക്കെ റെഡിയായോ? ഡാമേജ് ഒക്കെ റെഡിയായി. വേണ്ട വേണ്ട വേണ്ട. രസമുണ്ടോ?